ഇന്നലെയായിരുന്നു ബിഗ് ടി വി എന്ന് പറഞ്ഞ ന്യൂസ് ചാനലിൻ്റെ ഉണ്ടെങ്കിൽ ലോഞ്ച് ആയിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ സുജയ് അതിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് കറക്റ്റ് തന്നെയാണ്. സുജയാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്. ഇതിൽ നിന്ന് റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അതിലേക്ക് കയറിയിരിക്കുന്നത്. ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ്, എന്തിനാണ് ഇത് കണക്ക് റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് പുറത്തായത്, അല്ലെങ്കിൽ എന്തിനാണ് അതിൽ നിന്ന് ഇറങ്ങിപ്പോയത്. 10-15 വർഷം അതിനകത്തുണ്ടായിരുന്നു. അതിൽ നിൽക്കുന്നത് നല്ല ഇഷ്ടമാണെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇതാണ് എല്ലാവർക്കും ഉണ്ട് ഇതേ കണക്കത്തുള്ള വലിയ ചാൻസസ് ഒക്കെ കിട്ടും. അത് ഈ ന്യൂസ് ചാനലിൽ മാത്രമല്ല, എല്ലാ ഇതേ കണക്കത്തുള്ള ജോലികളിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും വളരാൻ വേണ്ടി വലിയൊരു ചാൻസ് കിട്ടും. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവർ വലുതായിട്ട് പോകുന്നത് നമ്മൾ കാണുന്നതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ സുജയ്ക്കും കിട്ടിയിരിക്കുന്നത്. ഇതേ കണക്ക് വലിയൊരു ചാൻസാണ്. ഒരു ന്യൂസ് ചാനലിൻ്റെ മെയിനായിട്ടുള്ള രീതിയിൽ വരുന്നതെന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ഇതേ കണക്കത്തുള്ള ഒരു അവസരം ഇനി കിട്ടുമെന്ന് തന്നെ അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതേ കണക്ക് ഉപയോഗപ്പെടുത്തുന്നതാണ് നല്ലത്. ഒരുപാട് പേരുണ്ട് ഇത് മനസ്സിലാക്കാതെ എന്തിനാണ് ഇട്ടിട്ട് പോയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, തിരിച്ചു വന്നുകൂടെ, അങ്ങനെ എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അതേ സമയത്ത് റിപ്പോർട്ടർ ടി വിയിൽ ആരും പറയുന്നുണ്ട് ഇവിടുന്ന് ആരും ഉണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ പിരിച്ചുവിട്ടതോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും അല്ല. അവർ ഇഷ്ടപ്രകാരം തന്നെയാണ് പോയത്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ തിരിച്ചു വരാം, സ്പേസ് ഇവിടെ തന്നെ ഉണ്ട്, അതിലൊന്നും ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതോടെ തന്നെ സുജയ് ഈ ഒരു അവസരം തിരഞ്ഞെടുത്തത് നല്ലത് തന്നെയാണെന്നാണ് പറയുന്നത്. കറക്റ്റാണ്. കാരണം ഇതിനകത്തുള്ള അവസരങ്ങൾ വളരെ കുറവായിട്ടാണ് ആൾക്കാർക്ക് കിട്ടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ചാൻസ് ഉപയോഗിക്കുന്നതിലായിരിക്കും ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത്.